നമസ്കാരം. മദ്യപിക്കുകയും പാഴ്സി സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്ത ഒരാൾ ഇസ്ലാമിന്റെ പേരിൽ രൂപം കൊണ്ട ഒരു രാഷ്ട്രത്തിന്റെ പിതാവായി ഉയർന്നു വരിക എന്നത് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെയും പാകിസ്ഥാന്റെയും അനുഭവം അതാണ്. ഒരിക്കലും ഇസ്ലാമികമായ ജീവിതം നയിച്ചിട്ടില്ലാത്ത ജിന്നയാണ് മതഫത്വകൾ നിരന്തരം ഉയർത്തി പാകിസ്ഥാൻ പിടിച്ചു വാങ്ങിയത്. തുടർന്ന് അങ്ങോട്ടും അതിവിചിത്രമായ രാഷ്ട്രീയമായിരുന്നു പാകിസ്ഥാനിൽ കണ്ടുവന്നിരുന്നത്. ജനാധിപത്യം ഇല്ലാതാകുന്നു, ഇടയ്ക്കിടെ പട്ടാള ഭരണം വരുന്നു. ഒരു പുതിയ ഭരണാധികാരി വരുമ്പോൾ പഴയ ആളെ കൊല്ലുകയോ തുറങ്കിലടക്കുകയോ ചെയ്യുന്നു. അയാൾ മാറി പുതിയ ആൾ വരുമ്പോൾ ആദ്യം ഉരുളുക പഴയ നേതൃത്വത്തിന്റെ തലയാണ്. അതായത് നിരന്തരമായ അവിശ്വസനീയതകൾക്കിടയിലൂടെയാണ് പാകിസ്ഥാൻ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്കും ബേനസീർ ഭൂട്ടോയ്ക്കും നവാസ് ഷെരീഫിനുമൊക്കെ ഉണ്ടായ അതേ വിധിയുടെ ആവർത്തനമാണ് ഇപ്പോൾ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനു നേരെയും ഉണ്ടായിരിക്കുന്നത്. ഇമ്രാന്റെ മൂന്നാം ഭാര്യ ബുഷ്ര ബീവിയുടെ പേരും ഈ ഒരു ഘട്ടത്തിൽ പറയാതെ വയ്യ. തലക്കെട്ടുകളിൽ നിറയുകയാണ് അവരുടെ പേര്. വിശുദ്ധയായ വനിത എന്നറിയപ്പെട്ടിരുന്ന മുൻ ആൾദൈവം ബുഷ്ര പാകിസ്ഥാന്റെ ഗതി മാറ്റുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഒരു നവ പാകിസ്ഥാൻ പടുത്തുയർത്തുമെന്ന് പറഞ്ഞ ക്രിക്കറ്റ് വിട്ട രാഷ്ട്രീയത്തിന്റെ ക്രീസിൽ പാഡ് കെട്ടിയ ആളാണ് ഇമ്രാൻഖാൻ. പക്ഷേ മുൻ പാക് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന് മതരാഷ്ട്രീയത്തിന്റെ ബൗൺസറുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിരവധി അഴിമതി കേസുകളിൽപ്പെട്ട ജയിലിലാണ് പാകിസ്ഥാനിലെ ഈ മുൻ പ്രധാനമന്ത്രി. ഒരു കാലത്ത് ജിന്നയുമായിട്ടായിരുന്നു ഇമ്രാൻ താരതമ്യം ചെയ്യപ്പെട്ടിരുന്നത്. വ്യക്തിജീവിതത്തിൽ മതേതരൻ, പൊതുജീവിതത്തിൽ മതജീവി. ഇതായിരുന്നു ജിന്നയെപ്പോലെ ഇമ്രാന്റെയും ജീവിതശൈലി. ഈ ഒരു മതേതര സമവാക്യത്തിലൂടെയും പാകിസ്ഥാന് ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത കളിക്കാരൻ എന്ന നിലയിലുമാണ് അയാൾ രാഷ്ട്രീയത്തിൽ ജയിച്ചു കയറിയത്. പക്ഷേ അധികാരം പോയതോടെ ഇമ്രാന് കഷ്ടകാലമായി. അഴിമതി കേസിൽ 3 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് 72-കാരനായ ഇമ്രാൻഖാൻ. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇമ്രാന്റെ മോചനത്തിനായി ആയിരക്കണക്കിന് ആളുകളാണ് പാകിസ്ഥാനിൽ പ്രക്ഷോഭം നടത്തിയത്. ഇരച്ചെത്തിയ പ്രക്ഷോഭകാരികളെ കണ്ട ഷഹബാസ് ഷെരീഫ് ഭരണകൂടം നടുങ്ങിപ്പോയി എന്നാണ് രാജ്യത്തെ പ്രമുഖ മാധ്യമമായ ദ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ നേതൃത്വം കൊടുക്കുന്നതാകട്ടെ മുൻപ് നമ്മുടെ നാട്ടിലെ ബീവിമാരെയും ജിന്നുമാരെയും പോലെ ആൾദൈവ സമാനമായ ജീവിതം നയിച്ച ഇമ്രാന്റെ മൂന്നാം ഭാര്യയായ ബുഷ്ര ബീവിയും. സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് അത്രയൊന്നും ഇഷ്ടമില്ലാത്ത മതമൗലികവാദികൾ ഏറെയുള്ള പാകിസ്ഥാനിൽ വീണ്ടും ഒരു പെണ്ണിന്റെ സ്വരം ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ്. ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിന്റെ അനൌദ്യോഗിക നേതൃത്വവും ബുഷ്ര ബീവിയിലേക്ക് വന്നിരിക്കുകയാണ്. സൂഫി പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ഈ മുൻ ആൾദൈവം ജിന്നുമയിൽ നിന്ന് ജനകീയ നേതാവിലേക്ക് ഉയരുകയാണ്. വലിയ സൂഫി പാരമ്പര്യമുള്ള പാക് പഞ്ചാബിലെ കുടുംബത്തിൽ നിന്നാണ് ബുഷ്ര മനേഖ എന്ന യുവതി 2018-ൽ ഇമ്രാൻഖാനെ വിവാഹം ചെയ്ത് ബുഷ്ര ബീവിയായി മാറുന്നത്. ഇമ്രാന്റെ 3ാം വിവാഹവും ബുഷ്രയുടെ 2ാം വിവാഹവുമാണ്. തന്റെ ആദ്യ വിവാഹം വേർപെടുത്തുന്നതിന് മുൻപ് തന്നെ ഇമ്രാനെ വിവാഹം ചെയ്തതിനെ തുടർന്നുണ്ടായ നിയമപ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ വർഷമാണ് അവസാനിച്ചത്. സത്യത്തിൽ തന്റെ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച ഉപദേശം തേടാനാണ് ഇമ്രാൻ ബുഷ്രയുടെ അടുത്ത് എത്തുന്നത്. ഒരു കാലത്ത് നിരന്തരം പ്രണയബന്ധങ്ങളിലൂടെ സെക്സ്, ഡ്രഗ്, റോക്ക് ആൻഡ് റോൾ എന്ന നിലയിൽ അടിപൊളി ജീവിതമായിരുന്നു ഇമ്രാൻ നയിച്ചിരുന്നത്. 2 വിവാഹങ്ങൾക്ക് ശേഷമാണ് ക്രിസ്റ്റീന ബെക്കർ എന്ന വിദേശ ജേർണലിസ്റ്റും എഴുത്തുകാരിയുമായ യുവതിയുമായി അദ്ദേഹം പ്രണയത്തിലായത്. ക്രിസ്റ്റീന ഇമ്രാനെ വിവാഹം കഴിക്കാനായി ഇസ്ലാമിലേക്ക് മാറി. അവർ പാകിസ്ഥാനിലെത്തി വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇമ്രാനൊപ്പം കഴിഞ്ഞു. എന്നാൽ പിന്നീട് അവർ അറിയുന്നത് ഇമ്രാൻ ഭാവി പ്രവചിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാണ്. അത് നമ്മുടെ ബുഷ്ര ബീവിയെയാണ്. ആ ചതിയിൽ മനം നൊന്ത ക്രിസ്റ്റീന എഴുതിയ പുസ്തകമാണ് ഫ്രം M2V to മെക്ക എന്ന്. അവർ MTV യൂറോപ്പിലെ ടെലിവിഷൻ പ്രൊഡ്യൂസർ ആയിരുന്നു. അങ്ങനെയാണ് അവൾ ഇമ്രാനെ പരിചയപ്പെടുന്നത്. ഞാൻ ഇമ്രാനെ ഉപേക്ഷിച്ചു, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് അവർ പറയുന്നത്. മലയാളത്തിൽ മാധവിക്കുട്ടിയെ പോലെ സ്നേഹത്തിന് വേണ്ടി മതം മാറേണ്ടി വന്ന മറ്റൊരു സ്ത്രീ.
സത്യത്തിൽ ക്രിസ്റ്റീന ബേക്കറിനെ വിവാഹം കഴിച്ചാൽ അത് ദുരന്തമാകുമെന്ന് ഇമ്രാനോട് പറഞ്ഞത് ഈ ആത്മീയ പ്രഭാഷകയായ ബുഷ്ര മനേഖയാണ്. ഇമ്രാൻഖാന്റെ വ്യക്തി ജീവിതത്തിൽ നിർണായകമായിരുന്നു ബുഷ്ര മനേഖയുമായുള്ള വിവാഹബന്ധം. ഇടക്കാലത്ത് പാശ്ചാത്യ ജീവിതശൈലിയൊക്കെ വിട്ട് കടുത്ത അന്ധവിശ്വാസിയായ ഇമ്രാൻ ബാബ ഫരീദ് കാഞ്ചിഷ്കർ ദർഗയിലെ നിത്യ സന്ദർശകനായിരുന്നു. 2015 ആദ്യമായി സന്ദർശിക്കുന്നത്. അവിടെ വച്ചാണ് ഒരു അർദ്ധ ആൾ ദൈവം പോലെയുള്ള ബുഷ്രയെ കാണുന്നത്. തൻ്റെ പാർട്ടിയെക്കുറിച്ചും രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും ബുഷ്ര നടത്തിയ പ്രവചനങ്ങൾ സത്യമായതോടെ ആ ബന്ധം ശക്തിപ്പെട്ടു. പിന്നീട് വിവാഹമോചിതയായ ബുഷ്ര മനേഖയെ ഇമ്രാൻഖാൻ തൻ്റെ മൂന്നാമത്തെ സഖിയായി സ്വീകരിക്കുകയായിരുന്നു. തൻ്റെ ഭാര്യയോളം ആധ്യാത്മിക തെളിച്ചമുള്ള ആരെയും താൻ കണ്ടിട്ടില്ല എന്നാണ് ഇമ്രാൻ പറയുന്നത്. ലാഹോറിൽ 2018 നടന്ന ഒരു ചെറിയ ചടങ്ങിലാണ് ഇമ്രാൻഖാൻ ബുഷ്രയെ വിവാഹം ചെയ്തത്. പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് 6 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ബുഷ്ര ബീവിക്ക് നിഗൂഢമായ ആധ്യാത്മികമായ ശക്തികളുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പിങ്ങി ബീവി അഥവാ വിശുദ്ധയായ വനിത എന്നാണ് പാകിസ്ഥാനിൽ അവർ അറിയപ്പെട്ടത്. പ്രവാചകൻ നബി സ്വപ്നത്തിലെത്തി രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ഇമ്രാനെ വിവാഹം കഴിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് ബുഷ്ര പറയുന്നത്. മറ്റൊരു രസകരമായ കാര്യം, വിവാഹം കഴിയുന്നതുവരെ ഖാൻ ഭാര്യയുടെ മുഖം കണ്ടിട്ടില്ല എന്നതാണ്. അവരുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു പഴയ ഓട്ടോഗ്രാഫിലാണ് അവർ എങ്ങനെയാണെന്നുള്ള ഒരു രൂപം കിട്ടിയതെന്ന് ഇമ്രാൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. കസ്റ്റംസ് ഓഫീസറായ ഖവാർ ഫരീദ് മനേഖയുടെ മുൻ ഭാര്യയായിരുന്നു ബുഷ്ര. ബുഷ്ര ബീവിയെ വിവാഹം കഴിച്ചതോടെയാണ് ഇമ്രാന്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടം തുടങ്ങുന്നത്. അതുവരെ അദ്ദേഹം കുടിക്കുക, വലിക്കുക, ആനന്ദിക്കുക എന്നൊരു ഫ്രീക്കൻ ടൈപ്പായിരുന്നു എന്ന് പറയാം. പാകിസ്ഥാനെ ഒരു വികസിത പുരോഗമന രാജ്യമാക്കണമെന്നായിരുന്നു ഇമ്രാന്റെ ലക്ഷ്യം. പക്ഷേ ബുഷ്ര ബീവിയുടെ സ്വാധീനം മൂലം അയാൾ തീർത്തും ഒരു മതജീവിയായി മാറി. നിസ്കാരവും നോമ്പും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അയാളുടെ ജീവിതത്തിൽ തിരിച്ചു വന്നു. മദ്യവും പോർക്കും അടക്കമുള്ള അനിസ്ലാമികമായ എല്ലാ കാര്യങ്ങളും ഇമ്രാൻ വിവാഹത്തിന് ശേഷം വെടിഞ്ഞു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. പണം കുത്തിയൊഴുകുന്ന ക്രിക്കറ്റാണ് 16-ാം വയസ്സ് മുതൽ ഇമ്രാന്റെ ജീവിതം. 1971 മുതൽ 92 വരെ ഏകദേശം 21 വർഷത്തോളം അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി കളിച്ചു. 92 ലോകകപ്പ് കിരീടം അദ്ദേഹത്തിന് വലിയ കീർത്തി ഉണ്ടാക്കി കൊടുത്തു. ഇമ്രാൻ പന്തെടുക്കുമുള്ള എതിരാളികൾ നടുങ്ങിയ ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു. സ്വർണ്ണ തലമുടി ഒന്ന് കോതി ഒതുക്കി നീണ്ട റണ്ണപ്പുമായി വന്ന തീവാറുന്ന രീതിയിൽ പന്തുകൾ എറിയുന്ന ഇമ്രാനെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. വിക്കറ്റുകൾ വായുവിൽ കറങ്ങിക്കൊണ്ട് തെറിച്ചു പോകുന്ന ഇമ്രാൻ മാജിക്. അതുപോലെ ബാറ്റർ എന്ന നിലയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു ഇമ്രാന്റെ പ്രത്യേകത. ഇതൊക്കെ ലോകമെമ്പാടും അദ്ദേഹത്തിന് ആരാധകരെ ഉണ്ടാക്കി കൊടുത്തു. എവിടെ പോയാലും ഇമ്രാന്റെ ഓട്ടോഗ്രാഫിന് വേണ്ടി സുന്ദരികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുമായിരുന്നു. സ്ത്രീകളും മദ്യവും ഡ്രഗ്സും പാർട്ടികളും ആദ്യകാലത്ത് ഇമ്രാൻഖാന്റെ വീക്ക്നെസ്സുകൾ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. ബ്രിട്ടീഷുകാരിയായ ടെലിവിഷൻ പ്രൊഡ്യൂസറും എഴുത്തുകാരിയുമായ ജമീമ ഗോൾഡ് സ്മിത്ത് ആയിരുന്നു ഇമ്രാന്റെ ആദ്യ ഭാര്യ. ഡയാന രാജകുമാരിയുടെ വരെ സുഹൃത്തായിരുന്നു ഇവർ. 1995 മെയ് 16 പാരീസിൽ വച്ച് നടന്ന നിക്കാഹ് ചടങ്ങിലാണ് ഗോൾഡ് സ്മിത്തും ഇമ്രാൻഖാനും വിവാഹിതരായത്. തുടർന്ന് ജമീമ ഇസ്ലാം മതം സ്വീകരിച്ചു. ഖാനുമായുള്ള വിവാഹശേഷം അവൾ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് താമസം മാറ്റി. അവിടെ അവൾ ഉറുദു സംസാരിക്കാൻ പഠിച്ചു. പരമ്പരാഗത പാകിസ്ഥാൻ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. പിതാവിൻ്റെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ജമീമ ഗോൾഡിന് ഒരു ജൂത ബന്ധവുമുണ്ട്. ഇത് പാകിസ്ഥാനിൽ വാർത്തയായി. ഇതും കണക്കിലെടുത്താണ് അവർ ഇസ്ലാമിലേക്ക് മാറിയത്. 2004 ജൂൺ 22 9 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച ദമ്പതികൾ വിവാഹമോചനം നേടി. പാകിസ്ഥാനിലെ ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ജീവിതവുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥ കാരണം ഇമ്രാന്റെ സ്ത്രീ വിഷയം തന്നെയായിരുന്നു. അപ്പോഴേക്കും മറ്റ് പല ബന്ധങ്ങളും അയാൾക്ക് ഉണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം ജമീമ മക്കളോടൊപ്പം ബ്രിട്ടനിലേക്ക് മടങ്ങി. 2014 ഡിസംബർ വരെ ഇമ്രാൻഖാൻ വാർത്താ അവതാരകയായ റെഹാം ഖാനെ വിവാഹം കഴിക്കുന്നത് വരെ ജമീമ ഖാൻ എന്നത് തന്റെ സർനെയിമായി നിലനിർത്തിയിരുന്നു. ഒരിക്കലും അവർ ഇമ്രാനെതിരെ തിരിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇമ്രാൻ പ്രധാനമന്ത്രിയായപ്പോൾ ജമീമ നടത്തിയ ട്വീറ്റും വലിയ ചർച്ചയായി.
മുഹമ്മദ് അലി ജിന്നയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഇമ്രാൻഖാൻ പറഞ്ഞത്. ആ ലക്ഷ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിച്ചത്. ഇനിയുള്ള വെല്ലുവിളി അദ്ദേഹം എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെന്ന് മറക്കാതിരിക്കലാണ് എന്നാണ് ജമീമ ട്വീറ്റ് ചെയ്തത്. മാധ്യമപ്രവർത്തകയും സിനിമാ നിർമ്മാതാവുമായ റഹം ഖാനെയാണ് ഇമ്രാൻ രണ്ടാമത് വിവാഹം ചെയ്തത്. 9 മാസം മാത്രമായിരുന്നു ഈ ബന്ധത്തിന്റെ ആയുസ്. 2015 വിവാഹം. തട്ടമിട്ട് തലമറയ്ക്കാതെ ഇദ്ദേഹത്തെ അക്കാലത്ത് കാണാൻ കഴിയുമായിരുന്നില്ല. പാരമ്പര്യ വിശ്വാസങ്ങളോട് ഇമ്രാൻ അടുത്ത് തുടങ്ങിയതിന്റെ സൂചന കൂടിയായിരുന്നു അത്. ഇതിനുശേഷമാണ് ബുഷ്റ ബീവിയെ ഇമ്രാൻ വിവാഹം ചെയ്തത്. കടുത്ത മതവിശ്വാസിയായ അവരെ ബുർഖയിൽ ആവരണം ചെയ്ത നിലയിലല്ലാതെ കാണാനേ കഴിഞ്ഞിട്ടില്ല. ഇമ്രാൻ തികഞ്ഞ യാഥാസ്ഥിതികനായി എന്നതിന് തെളിവായാണ് ബുഷ്റയുമായുള്ള വിവാഹത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ബുഷ്റയുമായുള്ള വിവാഹത്തിന് ശേഷം താലിബാൻ ഖാൻ എന്ന വിളിപ്പേര് വീഴത്തക്ക രീതിയിൽ പൂർണ്ണമായി മതമൗലികവാദത്തിന് അനുഭവപ്പെടുന്ന ഒരു ഇമ്രാൻ ഖാനെയാണ് പിന്നീട് ലോകം കണ്ടത്. ഇത് കേവലം ഒരു വിവാഹം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഇമ്രാനും അതേ നിലപാടുകൾ പുറത്തെടുത്തു. മുൻകാല ആധുനിക ജനാധിപത്യ നിലപാടുകൾ ഇമ്രാൻ വിഴുങ്ങി. മതനിന്ദാ നിയമം റദ്ദാക്കുന്നതിനെ എതിർക്കുകയും അഹമ്മദീയ വിഭാഗത്തെ അമുസ്ലിമായി കണക്കാക്കുകയും ചെയ്യുന്നയാളാണ് പുതിയ ഇമ്രാൻ. സൈന്യത്തിന്റെ താലിബാൻ വിരുദ്ധ നടപടികളെ അനുകൂലിക്കുമ്പോഴും തീവ്രവാദികളായ തെഹ്രീക്ക് ഇ ലബാക് പാകിസ്ഥാന്റെയും സിപാ ഇ സഹബയുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇദ്ദേഹം. അങ്ങനെയാണ് ഇരട്ടത്താപ്പകളുടെ രാജകുമാരൻ എന്ന പേര് അദ്ദേഹത്തിന് വന്ന് പതിക്കുന്നത്. പാർട്ടികളുടെ അഴിമതിയിലും പട്ടാള ഭരണത്തിനും മടുത്ത ജനം മറ്റൊരു ഓപ്ഷനായി കാത്തിരിക്കുകയായിരുന്നു. അവിടെയാണ് അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാനെ പ്രവാചകന്റെ കാലത്തെ മദീന പോലെയാക്കുമെന്ന് പറഞ്ഞ ഇമ്രാൻഖാന്റെ രംഗപ്രവേശനം. ഒരേ സമയം മതേതരനായി അഭിനയിക്കുകയും കിട്ടാവുന്നിടത്തൊക്കെ മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയുമായിരുന്നു ഇമ്രാന്റെ ശൈലി. പ്രവാചകൻ കഴിഞ്ഞാൽ പാകിസ്ഥാൻ രാഷ്ട്രപിതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയായിരുന്നു ഖാന്റെ തുറുപ്പുചീട്ട. ജിന്നയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും പറഞ്ഞാണ് അദ്ദേഹം ആളെ കൂട്ടിയത്. കൊടും തീവ്രവാദിയായ ഫാഫിസ് സെയ്ദിനെ കൊണ്ട് റാലികളിൽ അഭിസംബോധന ചെയ്യിച്ച ചരിത്രമുണ്ട് ഇമ്രാന്. പാക് താലിബാനെതിരായ സൈനിക നടപടിയെ അദ്ദേഹം തുറന്നെതിർക്കുകയും ചെയ്തിട്ടുണ്ട്. താലിബാനെ പ്രശംസിച്ചതിൻ്റെ പേരിൽ താലിബാൻ ഖാൻ എന്ന വിളിപ്പേര് പോലും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ആ നിലപാടുകളോട് ഇമ്രാൻ മുഖം തിരിക്കുന്നത് 100-ലധികം കുട്ടികളുടെ മരണത്തിന് കാരണമായ പേഷവാറിലെ സ്കൂൾ ആക്രമണത്തോടെയാണ്. പിന്നെ എല്ലായ്പ്പോഴും ഇമ്രാനും തെഹ്രീക്ക് ഇ ഇൻസാഫും സൈനിക നിലപാടുകളോട് തന്നെ ചേർന്ന് നിന്നു. പാക് സൈന്യം പാലൂട്ടി വളർത്തിയ അരുമ സന്തതിയാണ് ഇമ്രാന്റെ തെഹ്രീക്ക് ഇ ഇൻസാഫ് പാർട്ടി. ഇലക്റ്റഡ് അല്ല, സെലക്റ്റഡ് പ്രധാനമന്ത്രിയെയാണ് ഇമ്രാൻ എന്നായിരുന്നു അക്കാലത്ത് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ബേനസീർ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെയും നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടിയെയും രാഷ്ട്രീയ അടരുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യലായിരുന്നു തെഹ്രീക്ക് ഇൻസാഫിന്റെ അവതാരക ലക്ഷ്യം. അതിന് സൈന്യം ഇമ്രാനെ സഹായിച്ചു. പക്ഷേ സൈന്യത്തോട് തെറ്റിയതോടെ ഇമ്രാന്റെയും കഷ്ടകാലം തുടങ്ങി. പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായതോടെ അദ്ദേഹം ജയിലിലുമായി. ഇക്കഴിഞ്ഞ ആഴ്ച നാട് വിറപ്പിക്കുന്ന രീതിയിലുള്ള വലിയ പ്രക്ഷോഭമാണ് സാമ്പത്തിക തകർച്ച മൂലം പിച്ചയെടുക്കേണ്ടി വന്ന ഗതികേടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിനുണ്ടായത്. ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. ഇസ്ലാമാബാദിൽ 6 പേർ കൊല്ലപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു. ആയുധം കയ്യിലുള്ള പ്രക്ഷോഭകരെ കണ്ടാൽ വെടിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമാബാദിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് പോലീസ് അടയ്ക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നിട്ടും ഇസ്ലാമാബാദിനെ സ്തംഭിപ്പിച്ച പ്രതിഷേധ പ്രകടനം നടന്നു. പ്രതിഷേധക്കാർ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി. പോലീസ് അടച്ച റോഡുകൾ ബലം പ്രയോഗിച്ച് തുറന്നാണ് ഇമ്രാൻ അനുകൂലികൾ മാർച്ച് നടത്തിയത്. അതിനിടെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയും ഇമ്രാൻഖാന്റെ സഹായിയുമായ അലി അമീൻ ഗഡാപൂർ ഡി ചൌക്ക് എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ റെഡ് സോണിന്റെ പ്രവേശന കവാടത്തിന് സമീപം ഒത്തുകൂടാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഈ റെഡ് സോണിലാണ് പാർലമെന്റ് കെട്ടിടം, പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ, എംബസികൾ, വിദേശ ഓഫീസുകൾ എന്നിവയുള്ളത്. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് വരെ അവിടെ തുടരാൻ ഇമ്രാൻഖാൻ
പറഞ്ഞിട്ടുണ്ട് എന്നാണ് അലി അമീൻ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. ഈ ആഹ്വാനം കേട്ട ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ഇവിടെയാണ് ഒരു കരുത്തുറ്റ സ്ത്രീ ശബ്ദം ഉയർന്നു കേട്ടത്. അത് ഇമ്രാൻഖാന്റെ മൂന്നാം ഭാര്യ ബുഷ്റ ബീവിയുടേതായിരുന്നു. ആദ്യമായി ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് അവർ പറഞ്ഞു, ഇത് കേവലം എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല, രാജ്യത്തിൻ്റെ ഭാവിക്ക് കൂടിയുള്ള പോരാട്ടമാണ് എന്ന്. വൻ കരഘോഷത്തോടെയാണ് ജനം ഈ ഒരു പ്രസംഗത്തെ ഏറ്റെടുത്തത്. സൂഫി പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആത്മീയ പശ്ചാത്തലമുള്ള വനിത എന്ന നിലയിൽ ബുഷ്റയ്ക്ക് നേരത്തെ തന്നെ ലഭിച്ച സ്വീകാര്യത വലുതായിരുന്നു. ബുഷ്റ ബീവിയുടെ പ്രസംഗത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉയർന്നു കേട്ടത് ഒരു ചോദ്യമായിരുന്നു: ബുഷ്റയുടേത് മറ്റൊരു വനിതാ രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയമാണോ എന്ന്.